ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? നല്ല ജലദോഷമാണ് കേട്ടോ. ശരീരത്തിനൊട്ടും വയ്യ. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണമല്ലോ. ഇന്ന് എനിക്ക് കുറച്ചധികം തുണികൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. നാളത്തേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് അടുക്കള പണികളൊക്കെ വേഗം അങ്ങ് ചെയ്ത് തീർത്തു. ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കാരണം വലിയ വിഭവസമൃദ്ധമായ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു ചോറും കറിയും പിന്നെ ഉപ്പേരിയുണ്ട്, അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോഴാണ് പൈപ്പിൽ വെള്ളം വന്നത്. ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് നല്ല ക്ഷാമമുള്ളൊരു സ്ഥലമാണ്. വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ പറയേ വേണ്ട. ഇത്തവണ വേനൽ തുടങ്ങുമ്പോഴത്തേനും വെള്ളത്തിന് ക്ഷാമം വന്നിരിക്കുന്നു. അപ്പം ഇനി ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ വരുമ്പോഴത്തേക്കും എന്താവും ഇവിടുത്തെ സ്ഥിതി എന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ വെള്ളം വന്നപ്പോൾ ഞാൻ വേഗം അലക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. കുറച്ചധികം തുണികൾ നമുക്ക് അലക്കിയെടുക്കാനുണ്ട്. ഈ തുണികളൊന്ന് അലക്കി ഉണക്കി മടക്കി വെച്ചാൽ തന്നെ ഒരു വലിയ വൃത്തി തോന്നും വീടിന്. വെള്ളം ഉള്ളപ്പോൾ തീർക്കാവുന്ന പണികൾ അങ്ങ് വേഗം തീർത്താൽ പിന്നൊരു സമാധാനമാണല്ലോ. സാധാരണ ഇത്ര നേരത്തെ കിണർ വറ്റാറില്ല. ഇതിപ്പോൾ ഫെബ്രുവരി ആയപ്പോഴേക്കും കിണറിൻ്റെ അടി കണ്ടു തുടങ്ങി. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കടുത്ത വേനലിൽ വെള്ളം സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു നിശ്ചയമില്ല എനിക്ക്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്കെല്ലാം അറിയൂ. അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് ടാങ്കുകളൊക്കെ ഒന്ന് നിറയ്ക്കാനും ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. എന്നും തറ തുടക്കെങ്കിലും പൈപ്പിൽ വെള്ളം വരുന്ന ദിവസങ്ങളിൽ എനിക്കൊരു പ്രത്യേക ഉഷാറാണ്. കാരണം വെള്ളം ഉണ്ടല്ലോ, ധൈര്യത്തിൽ നന്നായിട്ടൊന്ന് തുടയ്ക്കും. ഇപ്പോൾ വീട്ടിലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് ചെയ്യട്ടെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നതിൻ്റെ മുൻപ് ആദ്യം എനിക്ക് എൻ്റെ തയ്യൽ മെഷീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം ഇവിടെ എന്തൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടെച്ചെങ്കിൽ എൻ്റെ മോൾ എല്ലാവിധ സാധനങ്ങളും കൊടുന്ന് വെക്കുന്ന സ്ഥലം എൻ്റെ മെഷീൻ്റെ മുകളിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് മെഷീനിലൊന്ന് ഓയിലൊക്കെ കൊടുത്തൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ. നാളെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ലിച്ചുവിനൊരു പാവാടയും ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ലിച്ചുവിന് തയ്ക്കാനുള്ള പാവാടയുടെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു അമ്പർല സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുപാവാട പോലെ വേണ്ട, ഇങ്ങനെ അമ്പർല സ്കേർട്ട് പോലെ മതി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് അളന്നെടുത്ത് കട്ട് ചെയ്യട്ടെ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് ഞങ്ങളുടെ അവിടുത്തെ ഉത്സവമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ താലെടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ വൈകുന്നേരം ഞാനും ഞങ്ങളുടെ അയൽവാസി കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം താലെടുക്കാൻ വേണ്ടിയിട്ട് പോകും. അന്ന് ഇതുപോലത്തെ അമ്പർല സ്കേർട്ടൊന്നുമില്ല, സാധാരണ ഞൊറിവിട്ടുള്ള പാവാടയാണല്ലോ. അപ്പോൾ എനിക്ക് പാവാട അയൺ ചെയ്ത് തരിക എൻ്റെ അച്ഛനാണ് കേട്ടോ. എൻ്റെ പാവാടൊക്കെ അയൺ ചെയ്ത് തരിക. ഈ ചിരട്ടൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ കണലിട്ടിട്ടുള്ള തേപ്പൊട്ടി ഉണ്ടല്ലോ, അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിട്ട് അച്ഛനിങ്ങനെ അയൺ ചെയ്ത് തരും. അച്ഛന് ഏറ്റവും ഇഷ്ടം ഞാൻ പട്ടുപാവാട ഇട്ട് കാണുന്നതാണ്. ഓണം വന്നാലും വിഷു വന്നാലും എന്ത് വിശേഷം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പട്ടുപാവാടയാണ് അധികം എടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം എല്ലാ കളർ പട്ടുപാവാടയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തൊക്കെ ഒരു മോഡൽ ഡ്രസ്സുകളാണ്. പക്ഷേ ഈ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള മോഡലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കിട്ടാനും ഭയങ്കര പണിയായിരുന്നു അതൊക്കെ. ഇനി ഈ സാരി ഉപയോഗിച്ചിട്ട് ഒരു പാവാട സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ. അത് അമ്പർല സ്കേർട്ടൊന്നല്ല, ഇങ്ങനെ ഞെറിവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ, ആ ഒരു പാവാടയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിക്കുള്ളതാണ്. അപ്പോൾ സാരിയാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ഇതുപോലെ എൻ്റെ അമ്മയുടെ സാരി ഉപയോഗിച്ചിട്ട് ഒരുപാട് പാവാടയും ബ്ലൗസ് ഇട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ലച്ചുമോൾക്ക് ഈ പട്ടുപാവാടയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവളോട് ചോദിക്കും, അമ്മയുടെ സാരിയുടെ പട്ടുപാവാട തയ്ച്ചു തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ട, അവൾക്ക് താല്പര്യമില്ല എന്ന് പറയാം. പക്ഷേ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒന്നും സാരിയല്ല കേട്ടോ. ഇങ്ങനെ പട്ടുകാരുള്ള സാരിയൊന്നും ആവില്ല, അല്ല പുള്ളി സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനത്തെ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് തരുമില്ല. പക്ഷെ എന്നാലും ഒരുപാട് സാരിയൊക്കെ ഇട്ട് ഞാൻ പട്ടുപാവാടൊക്കെ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി 2 ചുരിദാർ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഒന്ന് അമ്മയ്ക്കും ഒന്ന് മകൾക്കും. ഇതും നമ്മൾ നേരത്തെ പട്ടുപാവാട തയ്ച്ച ആ കുട്ടിക്കുള്ളത് തന്നെയാണ് കേട്ടോ. ഒരു ചുരിദാർ ഇപ്പോൾ അവളുടെ അമ്മയ്ക്കുള്ളതാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ചുരിദാറും കൂടെ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് അവർക്ക് ഉത്സവത്തിൻ്റെ അന്ന് അവർക്ക് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ച കളർ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. വേറെ വർക്കൊന്നും അതിലില്ല, പ്ലെയിൻ ആയിട്ടൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നു. 2 ചുരിദാർ ഇതുപോലെ, ഒന്ന് അമ്മയ്ക്കും ഒന്ന് മകൾക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെറിയ ഉണ്ണിക്കുള്ളതിന് സ്ലീവ്ലെസ് ചുരിദാറായിരുന്നു. രണ്ടും ഒരേപോലത്തെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു 2 ചുരിദാർ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചെന്ന പട്ടുപാവാട, ആ പുള്ളി സാരി ഇട്ടടിച്ച ആ പട്ടുപാവാട നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല, ഷിമ്മിടുമല്ലോ കുട്ടികൾ, അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഒന്നും വെച്ചില്ല. പിന്നെ ഈ പട്ടുപാവാടയ്ക്ക് ഒരു ബ്ലൗസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു
നമ്മുടെ സാറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളൊരു പട്ടുപാവാടയായിരുന്നു. അപ്പോൾ ഇതാ കുട്ടിക്ക് അമ്പലത്തിലേക്ക് താലെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ബ്ലൗസ് ഇതാണ്, ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അതിൽ റെഡ് ലൈനിങ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒന്നും വേണ്ട പറഞ്ഞിട്ട് റെഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് രാത്രി ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ രാവിലെ അവർ മേടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.